എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദീപക്. ഞാൻ പയ്യന്നൂർ സ്വദേശിയാണ്. അപ്പോൾ എനിക്ക് ഒരു അനുഭവം കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിന്ന് ഡിസ്ചാർജ് ആയിട്ട് പോവുകയാണ്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. എനിക്കൊരു 10 വർഷം മുമ്പേ ഒരു കിഡ്നിയിൽ ഒരു 4 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ളൊരു സ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ ഹൈദരാബാദിലാണ് ജോലി ചെയ്യുന്നത്, IT പ്രൊഫഷനാണ്. അപ്പോൾ ഞാൻ അവിടെയുള്ള ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു, വലിയ വലിയ ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ കാണിച്ചതിന് ശേഷം അവരൊക്കെ പറയുന്നത് വെച്ചാൽ PCNL എന്ന് പറഞ്ഞ ഒരു സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത്. PCNL എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നി എക്സ്റ്റേണലി തുളച്ചിട്ട് ഒരു കീ ഹോൾ ഉണ്ടാക്കിയിട്ട് അതുവഴി ഈ സ്റ്റോൺ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കീ ഹോളായിരിക്കും, ചിലപ്പം അതിനുള്ള മൾട്ടിപ്പിൾ പഞ്ചസൊക്കെ ആക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വേറെ വഴിയില്ല, വേദനയൊക്കെ ആയതുകൊണ്ട് അന്ന് തന്നെ അത് ചെയ്തു അവിടെ വെച്ചിട്ട്. അപ്പം 4 ഡേയ്സിൽ ഡിസ്ചാർജ് ആവേണ്ടത് അത് ഓൾമോസ്റ്റ് ഒരു 7 to 8 days ആയി. കാരണം എന്താ വെച്ചാൽ ഈ PCNL ചെയ്തതിന് ശേഷം ആ കീ ഹോളിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ട്യൂബ് എടുക്കുന്ന സമയത്ത് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സീറ്റ് എടുക്കുമ്പോൾ കിഡ്നി ഒന്ന് ചെറുങ്ങനെ ചുരുങ്ങിയ മാതിരി കണ്ടു. അപ്പം അത് ചെയ്തിട്ട് തിരിച്ചു ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു 10 വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്തു. അപ്പം എക്സാക്ട്ലി 2025 ഞാൻ വെറുതെ ചെക്ക് ചെയ്തപ്പോൾ മെഡിക്കൽ ചെക്കപ്പോൾ എനിക്ക് അതേ കിഡ്നിയിൽ 4 സെൻറ്റിമീറ്റർ വലുപ്പത്തിലൊരു സ്റ്റോൺ ഫോം ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതേപോലെ എല്ലാ ഡോക്ടർക്കും ഇവിടെ കാണിച്ചു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് PCNL സെയിം പ്രൊസീജിയർ ചെയ്യാനാണ് പറയുന്നത്, അതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഞാൻ പിന്നെ ചെയ്യാമെന്ന് വെച്ച് നോക്കുമ്പോഴാണ് എനിക്കിങ്ങനെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വേറൊരു ലേസർ ടെക്നോളജി, അതായത് RIRS പ്ലസ് DISS ടെക്നോളജി. അപ്പോൾ ആ ടെക്നോളജിയിൽ ഇങ്ങനെ ഒരു ലേസർ വെച്ചിട്ട്, അതായത് എക്സ്റ്റേണലി ഒരു ഇഞ്ചുറി ഇല്ലാണ്ട് അത് നമ്മൾ പുറത്ത് ഒന്നും തുറക്കാണ്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് വന്നു. അപ്പം അങ്ങനെ ഞാനിവിടെ വന്നു, സീനിയറായിട്ടുള്ളൊരു യൂറോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു, ഇതാണ് പ്രൊസീജിയർ എന്നുള്ളത്. എൻ്റെ കല്ല് വലുപ്പമുള്ളതുകൊണ്ട് എനിക്ക് 2 സിറ്റിംഗ് ഇരിക്കേണ്ടി വന്നു. അപ്പം അത് പൂർണ്ണമായിട്ടും ഡോക്ടർ അത് ചെയ്തു. അത് എനിക്ക് മൊത്തമായിട്ടും പോയി. അതായത് 4 സെൻറ്റിമീറ്ററുള്ള കല്ല് 2 സിറ്റിങ്ങിൽ 100% എടുത്തു. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു സ്റ്റണ്ട് എന്ന് പറഞ്ഞ സാധനം ഇടും, അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അത് സ്റ്റണ്ട് ഊരാൻ വേണ്ടിയിട്ട് വന്നു. പിന്നെ ഇന്നലെ അഡ്മിറ്റായിട്ട് വന്നു, ഇന്ന് ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൽ ഭയങ്കര 100% സാറ്റിസ്ഫൈഡ് ആണ് ഇതിൽ. അപ്പം ഞാൻ ഡിസ്ചാർജ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പേ ഒത്തിരി പേര് ഇവിടെ ഈ കിഡ്നി സ്റ്റോണിൻ്റെ ഇഷ്യൂ ആയിട്ട് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്, വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടി ഒരു മെസ്സേജ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പോകുന്ന സമയത്തൊന്ന് ഷെയർ ചെയ്യാൻ വെച്ചത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കിഡ്നി സ്റ്റോൺ ഇഷ്യൂ ഉണ്ടെങ്കിൽ ബേബി മെമ്മോറിയൽ കണ്ണൂരിൽ വരിക. ഡോക്ടേഴ്സൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ എന്താ പറയണ്ട, സ്റ്റാഫൊക്കെ ഭയങ്കരമാണ്, ഒരു ഹോംലി അറ്റ്മോസ്ഫിയറാണ്. പിന്നെ നമ്മൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിൽ വെച്ചിട്ട് ഡോക്ടർ നമുക്കതിൻ്റെ നമ്മളുടെ അടുത്ത എവിഡൻസ് കാണിച്ചു തരും. ഓക്കെ, ഇപ്പോൾ കല്ലാണെങ്കിലും എത്ര കല്ലെടുത്തു എന്നുള്ളത് ഒരു ചെറിയൊരു ഡബ്ബയിൽ ആക്കിയിട്ട് കാണിച്ചു തരും. പിന്നെ എന്തൊക്കെ സ്റ്റണ്ട് എടുത്തോ റിമൂവ് ചെയ്തോ എല്ലാം വളരെ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പോൾ അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ സ്റ്റാഫ്സും നഴ്സസും പിന്നെ മറ്റുള്ള സപ്പോർട്ട് സ്റ്റാഫും അവരൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ല ഒരു അനുഭവമായിരുന്നു ഇവിടെ ബേബി മെമ്മോറിയൽ കണ്ണൂർ. നന്ദി.